അങ്ങനെ എമ്പുരാന്റെ ട്രെയിലർ വന്നു. പക്ഷെ ഇപ്പോഴും ആ മുഖം മറച്ച വില്ലൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ട്രെയിലറിലും ആ കഥാപാത്രത്തിന്റെ മുഖം മാത്രം കാണിച്ചിട്ടില്ല. പക്ഷെ അയാളുടെ ഡ്രസ്സിന്റെ പുറകിൽ ചുവന്ന കളറിൽ തീ തുപ്പുന്ന ഒരു ചൈനീസ് ഡ്രാഗണെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഇതുപോലെ ചുവന്ന കളറുള്ള ഡ്രാഗണെ സൈനായിട്ട് കൊണ്ടു നടക്കുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ക്രിമിനൽ ഗ്യാങ് ഉണ്ട്, യക്കൂസ ഗ്യാങ്. ജപ്പാൻ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന നിഗൂഢ ക്രൈം സിൻഡിക്കേറ്റ് ആണ് യക്കൂസ ഗ്യാങ്. ഡ്രഗ് ട്രാഫിക്കിംഗ്, സ്മഗ്ലിംഗ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഗാംബ്ലിംഗ്, ബ്ലാക്ക് മെയിലിംഗ്, മറ്റു റാക്കറ്റുകൾ എന്നിവയിൽ ഏർപ്പെടുകയും പ്രധാനപ്പെട്ട ജപ്പാൻ നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, ട്രക്കിംഗ് കമ്പനികൾ, ടാലന്റ് ഏജൻസികൾ, ഫാക്ടറികൾ, മറ്റ് ബിസിനസ്സുകൾ എന്നിവയൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ലോക പ്രശസ്തമായ ക്രിമിനൽ ഗ്യാങ് ആയ യക്കൂസ ഗ്യാങ് ആയിരിക്കും രാജ്യാന്തര തലത്തിൽ ബന്ധങ്ങളുള്ള അബ്രാം ഖുറേഷിയുടെ എതിരാളികളായിട്ട് വരിക എന്ന് ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം. തീ തുപ്പുന്ന ചുവന്ന ഡ്രാഗൺ യക്കൂസ ഗ്യാങ്ങിന്റെ ഉയർന്ന തലത്തിലുള്ളത് ധരിക്കുന്ന ചിഹ്നമാണ്. ശരിക്കും യക്കൂസ ഗ്യാങ് 17-ാം നൂറ്റാണ്ടിലാണ് രൂപപ്പെട്ടതെന്നാണ് വിശ്വാസം. അന്ന് അത് തുടങ്ങുന്ന സമയത്ത് അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന, നമ്മുടെ നാട്ടിൽ കായംകുളം കൊച്ചിനെയൊക്കെ ചെയ്യുന്നത് പോലെ ദുഷ്ടന്മാരുടെ സ്വത്തെടുത്ത് പാവങ്ങൾക്കൊക്കെ കൊടുക്കുന്ന, അങ്ങനെ വളരെ നല്ല ഇമേജ് ഉള്ള ഒരു ഗ്യാങ് ആയിരുന്നു. പക്ഷെ കാലക്രമേണ അതൊരു ക്രിമിനൽ ഗ്യാങ്ങായി മാറുകയായിരുന്നു. ഇപ്പം ആ ഗ്യാങ്ങിൽ 10-20,000 മെമ്പേഴ്സ് ഒക്കെ ഉള്ളൂ. യുവതലമുറയിൽപ്പെട്ട ആരും പുതിയതായിട്ട് ആ ഗ്യാങ്ങിൽ ചേരുന്നുമില്ല. പക്ഷെ ഇപ്പം നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുറ്റകൃത്യ സംഘടനകളിൽ ഒന്ന് തന്നെയാണ് യക്കൂസ ഗ്യാങ്. യക്കൂസ ഗ്യാങ്ങിന്റെ ഗോഡ് ഫാദർ ഒരു കറുത്ത കർട്ടന് പിന്നിലാണ് നിൽക്കുക. നവംബർ 1 ഇറങ്ങിയ എംപുരാന്റെ ഈ പോസ്റ്റർ കണ്ടാൽ മനസ്സിലാവും, അതിലൊരു കറുത്ത കർട്ടന്റെ പിറകിലാണ് അബ്രാം ഖുറേഷി നിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അബ്രാം ഖുറേഷി യഥാർത്ഥത്തിൽ യക്കൂസ ഗ്യാങ്ങിലെ അംഗമാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിതാവ് ദത്തുപുത്രൻ ആശയമാണ് യക്കൂസ ഗ്യാങ്ങിന്റെ അടിസ്ഥാനം. വളരെ ചെറുപ്രായത്തിൽ തന്നെ നാട് വിട്ടുപോയ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രാം ഖുറേഷിയെ യക്കൂസ ഗ്യാങ്ങിലെ ആരെങ്കിലും ദത്തെടുത്തിട്ടുണ്ടാകും എന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഇതിനൊക്കെയുള്ള ഉത്തരം കിട്ടണമെങ്കിൽ എംപുരാൻ റിലീസിന് വേണ്ടി തന്നെ കാത്തിരിക്കണം.